നമസ്കാരം. അതുതന്നെ നമ്മുടെ ഗിവ് ആൻഡ് ടേക്ക് പോളിസി. അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സത്യത്തിൽ ഈ ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഇത് വളരെ ചുരുക്കത്തിൽ പറഞ്ഞു. ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ അത്രയും അധികവുമുണ്ട്. അത്രയും ഇതിലോട്ട് പറഞ്ഞ് വീഡിയോയിൽ എന്താക്കുന്നില്ല. നിങ്ങൾ തന്നെ സ്വയം ഇത്രയും മനസ്സിലാക്കുക. നമ്മളെല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. നമ്മൾ കൈ കൊണ്ട് കൊടുക്കുന്നതോ വാങ്ങുന്നതോ അല്ല ശരിക്കും പറഞ്ഞാൽ ഗിവ് ആൻഡ് ടേക്ക് പോളിസി. അതിപ്പോൾ നമ്മൾ വിചാരിക്കാറില്ലേ, ഇപ്പോൾ ഇങ്ങോട്ട് എങ്ങനെയാണോ അതേപോലെ ഞാൻ അങ്ങോട്ടും എന്നുള്ളൊരു രീതി ഉണ്ടല്ലോ. അതാണ് നമ്മളുടെ മനസ്സിൽ നിന്ന് സംഭവിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത്. എല്ലാവരും ചിന്തയിൽ എന്താണോ വേറൊരാളെ, ഇപ്പം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ പറ്റി എങ്ങനെയാണോ ചിന്തിക്കുന്നത്, അപ്പൊ ആരും ആയിക്കോട്ടെ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആള് അല്ലെങ്കിൽ റെസ്പെക്ട് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള ചിന്തകൾ നമ്മളിലേക്ക് വരും. അപ്പൊ അതിനനുസരിച്ചായിരിക്കും നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. അപ്പോ എല്ലാവരുടെയും ഇത് ഓർത്തു വെക്കുക. മനസ്സുകൊണ്ടുള്ള ചിന്തകൾ പോലും അതേപോലെ തന്നെ ആയിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതാണ് ഭൂമിയുടെ നിയമം. നമ്മൾ എന്തൊക്കെയാണോ മനസ്സിൽ ചിന്തിച്ചു വെക്കുന്നത് അതനുസരിച്ചാണ് നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോ മറ്റുള്ളവരോട് എല്ലാ വിധത്തിലും റെസ്പെക്ട് കീപ്പ് ചെയ്യുക. മനസ്സിൽ സ്നേഹം, ക്ഷമ, കൈൻഡ്ഫുൾനെസ്, ഇതെല്ലാം എല്ലാം നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങൾ, ക്ഷമിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ക്ഷമിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അതാരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മളുടെ കർമ്മയിൽ അത് കിടന്നിട്ടാണ് പല സിറ്റുവേഷൻസ് നമ്മളുടെ ജീവിതത്തിൽ പാഠങ്ങളായിട്ട്, ലെസൺസ് ആയിട്ട് നമ്മളിലേക്ക് വരുന്നത്. അപ്പോ ഇത് എപ്പോഴും മൈൻഡിൽ കീപ്പ് ചെയ്യാം. ഏതൊരു ജീവനോടും മനുഷ്യരോടും റെസ്പെക്ട് കൂട്ടിക്കൊണ്ടിരിപ്പോൾ ഉള്ളതിനേലും ഇപ്പോഴും റെസ്പെക്ട് തന്നെയാണെന്ന് വിചാരിച്ചു വെക്കുക. സ്നേഹമാണ്, എല്ലാവരോടും തുല്യ സ്നേഹമാണ്, തുല്യ കൈൻഡ്ഫുള്ളാണ്, തുല്യ ക്ഷമയാണ്. എല്ലാവരും നമ്മളെപ്പോലെ തന്നെയാണെന്ന് പിന്നെ വിചാരിക്കാൻ പാടുള്ളൂ. അപ്പോഴേ നമുക്ക് സ്നേഹത്തിനും ക്ഷമയ്ക്കും കൈൻഡ്ഫുൾനെസ്സിനുള്ള ശക്തി നമ്മളുടെ ശരീരത്തിലേക്ക് അത് വരുള്ളൂ. നമ്മൾക്ക് അതിനുള്ള ശക്തി കിട്ടുള്ളൂ. വേറെ ആള് അതല്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ശക്തി കിട്ടില്ല. അതൊരു റിയാലിറ്റിയാണ്. ഇപ്പൊ ദൈവങ്ങളെ പോലും നമ്മൾ അങ്ങനെ വിചാരിക്കാൻ പാടുള്ളൂ. പല ദൈവങ്ങളുടെ കഥകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവര് ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ, അത് അന്നത്തെ രീതിയിൽ ജീവിച്ചു വന്നതിന്റെ പേരിൽ അവരുടെ ലൈഫ് അങ്ങനെ ആയിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവത്തിനെ വിചാരിക്കുമ്പോൾ പോലും ദൈവങ്ങളെ ഇപ്പൊ പല ദൈവങ്ങളുണ്ട്. ഹിന്ദുക്കളുടേതായിട്ടുള്ള ദൈവങ്ങൾ, ക്രിസ്ത്യൻസിൻ്റെതായിട്ടുള്ള ദൈവങ്ങൾ, അതേപോലെ മുസ്ലിംസിൻ്റെതായിട്ടുള്ള പ്രവാചകന്മാരും, അതേപോലെ നബി, അങ്ങനെ എല്ലാവരെ പറ്റി ചിന്തിക്കുമ്പോഴും പഴയ കഥയിലുള്ള ഇതല്ല. നമുക്ക് ക്ഷമയോടും സ്നേഹത്തോടും കൈൻഡ്ഫുൾനെസ്സോടും റെസ്പെക്റ്റോടും പോകണമെന്നുണ്ടോ, അതേപോലെ സർവരും അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇപ്പോ ഈ പറഞ്ഞ കാര്യം ഗിവ് ആൻഡ് ടേക്ക് പോളിസി. നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ചിന്തിക്കുന്നതും വേറൊരാളെ പറ്റി ചിന്തിക്കുന്നതും ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരാളിൽ നിന്നുള്ള റിപ്ലൈ കിട്ടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അതൊന്ന് വീക്ഷിച്ചാൽ തന്നെ മനസ്സിലാവും. നമ്മൾ ആ സമയം അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഇദ്ദേഹത്തെ പറ്റി, ഇപ്പൊ നമ്മൾക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാള് ആരാണോ അദ്ദേഹത്തിൽ നിന്നുള്ള റിപ്ലൈ എങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോ നിങ്ങൊന്ന് വിചാരിച്ചാൽ മതി. ഇദ്ദേഹത്തെ പറ്റിയോ അല്ലെങ്കിൽ ഇദ്ദേഹവുമായി ഉണ്ടായ എന്തെങ്കിലും മാറ്ററിനെ പറ്റിയോ എന്നിൽ ഉയർന്ന ചിന്ത എങ്ങനെയായിരുന്നു, അതനുസരിച്ചായിരിക്കും നമുക്ക് റിപ്ലൈ കിട്ടുന്നത്.
അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കുകയും അത് മനസ്സിലാക്കി അതിൻ്റെതായിട്ടുള്ള റെസ്പെക്റ്റും കൈൻഡ്ഫുൾനെസ്സും സ്നേഹവും ക്ഷമയും മനസ്സിൽ സൂക്ഷിക്കുക. കാരണം അതനുസരിച്ച് നമ്മൾക്ക് കുറേ കാര്യങ്ങളിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ അത് സ്വയം മനസ്സിലാക്കുക. ഇത് ഈ പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക് പോളിസിയുടെ കാര്യം അപ്പോൾ എല്ലാവർക്കും കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മതി. നമ്മളെപ്പോഴും റെസ്പെക്റ്റ്, സ്നേഹം, കൈൻഡ്ഫുൾനെസ്, ക്ഷമ മറ്റുള്ളവരോട് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞതിന് അവിടെ വിടുക. പിന്നെ അതൊരിക്കലും മനസ്സിൽ വെച്ചേക്കരുത്. നെഗറ്റീവ്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ രീതിയിലും പോസിറ്റീവായിട്ട് പോകുന്നു, എല്ലാവരോടും സ്നേഹമായിട്ട് പോകുന്നു ഞാൻ വിശ്വസിക്കുന്നു. കൈൻഡ്ഫുൾനെസ് ആയിട്ട് പോകുന്നു, ക്ഷമയോടുകൂടി പോകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അത് ഇമ്പ്രൂവ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയുടെ കാര്യം ഇതൊന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ മറ്റേ കാര്യം നടന്നിരിക്കുക, ഒന്ന് ശ്രദ്ധിച്ചു പോവാം. നമ്മളെങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതേപോലെ തന്നെ ആയിരിക്കണം മറ്റുള്ള ഒരാൾ പോലും അങ്ങനെയല്ല എന്ന് നമ്മളുടെ ചിന്തയിൽ ഉണ്ടാവരുത്. റെസ്പെക്റ്റ്, കൈൻഡ്ഫുൾനെസ് അത് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ ഉള്ളിൽ. ഇപ്പോൾ ഒരു ഞാൻ ഇനി നെഗറ്റീവ് പറയുന്നില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അതേപോലെയാണ് എല്ലാവരും എന്ന് നമ്മളെപ്പോഴും ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി അതൊന്ന് വളരെ നമ്മളുടെ ലൈഫ് തന്നെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ വേറൊരു കാര്യം കൂടി ഇതിൻ്റെ കൂടെ പറയാം. നമ്മൾ എത്രത്തോളം താഴ്ന്ന് ജീവിക്കുന്നോ അത്രത്തോളം ദൈവങ്ങൾ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും. അതിനുള്ള വഴികൾ നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കും. അത്രയും നമ്മളെ വലുതാക്കും. അത്രയും നമ്മൾ താഴ്ന്നു കഴിഞ്ഞാൽ, താഴ്മയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാലുള്ള ശക്തി അതാണ് നമ്മളെ ഈ ഭൂമിയിൽ ഉയർത്തിക്കൊണ്ടുവരും. ഓക്കെ, ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ, സാമ്പത്തിക സമൃദ്ധി, ആരോഗ്യം, എല്ലാവിധത്തിലും നന്മയോടുകൂടി സ്നേഹത്തോടുകൂടി പോയിക്കൊണ്ടിരിക്കും. എല്ലാവിധ സമ്പൽ സമൃദ്ധിയും ദൈവാനുഗ്രഹങ്ങളും നിറഞ്ഞു തന്നെ നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്.